ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യമാണ്, സമുചിതം ഉത്തരം കോഷ്ഠാനിർദ്ധായ ലിഖതു. കുഹരെ കഹ നിവസതി? ഭേഗഃ, ശശകഃ, മയൂരഃ. മാളത്തിൽ താമസിക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ഭേഗഃ എന്നാൽ തവള, ശശകഃ മുയൽ, മയൂരഃ മയിൽ. ഇതിൻ്റെ ശരിയായ ഉത്തരം ശശകഃ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഭോ ഗുഹേ ആഗതഃ അഹം കസ്യ വചനമിതം? അല്ലയോ ഗുഹേ, ഞാനിതാ വരുന്നു എന്നത് ആരുടെ വചനമാണ്? സിംഹസ്യ, ജംബൂകസ്യ, വാനരസ്യ. ശരിയായ ഉത്തരം ജംബൂകസ്യ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഉദ്ദാലക മഹർഷേഹേ പുത്രഃ കഃ? ഉദ്ദാലക മഹർഷിയുടെ പുത്രൻ ആരാണ്? ശ്വേതകേതു, നചികേതഃ, മേഘനാഥഃ. ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് ഓപ്ഷൻ എ, ശ്വേതകേതു. അടുത്ത ചോദ്യം, സ്വാസ്ഥ്യം ഇത്യസ്യ സമാനാർത്ഥക പദം കിം? സ്വാസ്ഥ്യം എന്ന വാക്കിൻ്റെ സമാനാർത്ഥക പദം എന്താണ്? ഓപ്ഷൻസ്: ധനം, ആരോഗ്യം, ഭോജനം. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം. ആരോഗ്യം എന്നതിൻ്റെ സമാനാർത്ഥക പദം ഉത്തരമായിട്ട് വരുന്നത് ആരോഗ്യം എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ആരോഗ്യം എന്ന് തന്നിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, ഭാരത സർവകാരസ്യ ധ്യേയവാക്യം കിം? ഭാരത സർക്കാരിൻ്റെ ധ്യേയവാക്യം എന്താണ്? സത്യമേവ ജയതേ, കർമ്മണി ത്യജതേ പ്രജ്ഞ, മൃദുഭാവോ ദൃഢകൃത്യേ. ഇതാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സത്യമേവ ജയതേ. അടുത്ത ചോദ്യമാണ്, അന്നം ആരോഗ്യായ ഇതി കഥ കസ്യാഹ ഉപനിഷദഃ സ്വീകൃത? അന്നം ആരോഗ്യത്തിന് എന്നുള്ള കഥ ഏത് ഉപനിഷത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്? കഠോപനിഷദഃ, മാണ്ഡൂക്യോപനിഷദഃ, ഛാന്ദോഗ്യോപനിഷദഃ. ഇവയാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ് ഛാന്ദോഗ്യോപനിഷദഃ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യമാണ്, കെ വർഷന്തി വൃക്ഷാഃ മേഘാഃ ഭേഗാഃ. ആരാണ് വർഷിക്കുക? വർഷിക്കുക എന്നാൽ പെയ്യുക. മേഘങ്ങൾ, മേഘാഃ എന്നതാണ് ശരി ഉത്തരം. അടുത്തത്, കതി ഋതവഃ സന്തി? എത്ര ഋതുക്കളാണ് ഉള്ളത്? ഷഡ്, സപ്ത, അഷ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷഡ്. അടുത്തതാണ്, ഭാരതസ്യ പ്രഥമ പ്രധാനമന്ത്രി കഃ? ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണഃ, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യമാണ്, ഹർഷേണ സഹ ഇത്യസ്യ ഏകം പദം? ഹർഷേണ സഹ ഇത്യസ്യ എന്നതിൻ്റെ ഏകപദം എന്താണ്? സഹർഷം, സുഹർഷം, സാഹർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഹർഷം. അടുത്ത ചോദ്യം നോക്കാം, രഘുവംശസ്യ കർത്ത കഃ? കാളിദാസഃ, ശ്രീഹർഷഃ, ഭാരവി. രഘുവംശം എഴുതിയിട്ടുള്ളത് ആരാണ് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാളിദാസഃ എന്നാണ്. അടുത്തത്, സിംഹസ്യ പാദചിഹ്നാനി കുത്ര അപശ്യത്? ഗുഹാമുഖേ, മാർഗേ, കാനനെ. സിംഹത്തിൻ്റെ കാൽപാദം എവിടെയാണ് ദൃശ്യമായത്? ഗുഹാമുഖത്തിലാണോ, വഴിയിലാണോ, കാട്ടിൽ? എവിടെയാണ്? ശരിയായ ഉത്തരം
ഗുഹാമുഖേ എന്നതാണ്. അടുത്തതാണ് ഗണതന്ത്ര ദിനം കഥാ ആഘോഷ്യത്തെ. ഗണതന്ത്ര ദിനം എന്നാൽ എന്താണെന്നറിയാമോ? ഗണതന്ത്ര ദിനം എന്നാൽ റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനം നമ്മൾ എന്നാണ് ആഘോഷിക്കുന്നത് എന്നതാണ് ചോദ്യം. സെപ്റ്റംബർ 26, നവംബർ 26, ജനുവരി 26 ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരം എല്ലാവർക്കും അറിയാമല്ലോ. ശരിയായ ഉത്തരമാണ് ജനുവരി 26, ഓപ്ഷൻ സി. അടുത്ത ചോദ്യമാണ് ടോം ജോസഫ് കയ ക്രീഡയ സംബന്ധഃ. ടോം ജോസഫ് എന്നുള്ള ആൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി, വോളിബോൾ, ഫുട്ബോൾ. തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അറിയാവുന്നവർ ഉറപ്പായും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക കേട്ടോ. ഇതിൻ്റെ ശരിയുത്തരമാണ് വോളിബോൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യമാണ് ധാവതി ഇത്യത്ര ലകാരഃ കഃ. ധാവതി എന്നതിൻ്റെ ലകാരം എന്താണ്? ലട്ട്, ലങ്, ലിറിട്ട്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലട്ട് എന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനും മറക്കരുത്. അടുത്ത ചോദ്യമാണ് അധോ ദത്തേഷു പുഷ്പം കിം. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് പുഷ്പം? ചമ്പകം, പടോലം, കാരവേലം ഇവയാണ് ഓപ്ഷൻസ്. ഏതായിരിക്കും ഇതിൻ്റെ ശരി ഉത്തരം? ഓപ്ഷൻ എ ചമ്പകം. അടുത്ത ചോദ്യമാണ് മൈത്രീം ഭജത ഇതി ഗീതം കഹ അലിഖത്. മൈത്രീം ഭജത എന്ന ഗീതം ആരാണ് എഴുതിയിട്ടുള്ളത്? സത്യവ്രത ശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതഃ, ചന്ദ്രശേഖര സരസ്വതി ഇവയാണ് ഓപ്ഷൻസ്. മൈത്രീം ഭജത ഇതി ഗീതം ചന്ദ്രശേഖര സരസ്വതിയാണ് എഴുതിയിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം സഹ ശബ്ദയോഗി കാ വിഭക്തി. സഹ ശബ്ദയോഗി എന്നതിൻ്റെ വിഭക്തി ഏതാണ്? പ്രഥമ, പഞ്ചമി, തൃതീയ ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരം തൃതീയ എന്നാണ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യമാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കുത്ര വർത്തതേ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ദേശേ, മയ്യഴി ദേശേ, കാലടി ദേശേ ഇവയാണ് ഓപ്ഷൻസായി തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരമാണ് ശ്രീ ശങ്കരാചാര്യ സർവകലാശാല കാലടി ദേശേ വർത്തതേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യമാണ് മിത്രസ്യ ഇത്യത്ര കാ വിഭക്തി. മിത്രസ്യ എന്നതിൻ്റെ വിഭക്തി എന്താണ്? സപ്തമി, ഷഷ്ടി, ദ്വിതീയ. ശരിയായ ഉത്തരമാണ് മിത്രസ്യ എന്നതിൻ്റെ വിഭക്തിയാണ് ഷഷ്ടി. തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യമാണ് കാ രുചിരം നൃത്യതി. കേകി, ശുകി, ഹംസി. തന്നിരിക്കുന്നവയിൽ ആർക്കാണ് മനോഹരമായി നൃത്തം ചെയ്യാൻ കഴിയുന്നത്? ശരിയായ ഉത്തരമാണ് കേകി. കേകി എന്നാൽ മയിൽ. അടുത്ത ചോദ്യം പഠതി ഇത്യസ്യ ലോട്ട് രൂപം കിം. പഠതി എന്നതിൻ്റെ ലോട്ട് രൂപം എന്താണ്? പഠസി, പഠന്തി, പഠതു ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരമാണ് പഠതു, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം കർണഭാരസ്യ കർത്ത കഹ. കർണഭാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് ഭാസഃ, വ്യാസഃ, മാഘഃ. ശരിയായ ഉത്തരം ഭാസഃ എന്നാണ്. തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ജലമെട്രോ കസ്യാം ജില്ലായാം പ്രവർത്തതേ. ജലമെട്രോ ഏത് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്? കൊല്ലം, ആലപ്പുഴ, എറണാകുളം ഇവയാണ് ഓപ്ഷൻസ്.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി എറണാകുളം. അടുത്ത ചോദ്യം, അധോതത്തേഷു ഉപനിഷത്ത് ക. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഉപനിഷത്ത്? കൽപ്പം, കഠം, സാമം ഇവയാണ് ഓപ്ഷൻസ്. ശരിയായ ഉത്തരമാണ് കഠം. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യമാണ്, ഏകപദേന ഉത്തരം ലിഖതു. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദികവിഹി കഹ. ആരാണ് ആദികവി എന്നറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഏതാണ്? വാത്മീകി. അടുത്തത്, അമരകോശസ്യ കർത്ത കഹ. അമരകോശത്തിൻ്റെ രചയിതാവ് ആരാണ്? ശരിയായ ഉത്തരമാണ് അമരസിംഹ. അടുത്ത ചോദ്യം, കേരള രാജ്യസ്യ മുഖ്യമന്ത്രി കഹ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം പിണറായി വിജയൻ. അടുത്ത ചോദ്യം, 2024 വർഷസ്യ വയലാർ പുരസ്കാര വിജയി കഹ. 2024 വർഷത്തിലെ വയലാർ പുരസ്കാര വിജയി ആരാണ്? ശരിയായ ഉത്തരമാണ് അശോകൻ ചെരുവിൽ. അടുത്തതാണ്, 2024-25 തമേ വർഷേ കേരള സ്കൂൾ കലോത്സവഃ കുത്ര പ്രാചലത്. 2024-25 വർഷത്തിലെ കേരള സ്കൂൾ കലോത്സവം എവിടെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, യഥോചിതം യോജയതു. ശരിയായതിലേക്ക് വരച്ച് യോജിപ്പിക്കുക. MT വാസുദേവൻ നായർ, PV സിന്ധു, മാഗ്സസെ പുരസ്കാരഃ, സത്യം ശിവം സുന്ദരം, ശ്രീരാമകൃഷ്ണ പരമഹംസഃ ഇവയാണ് ഓപ്ഷൻസായിട്ട് തന്നിട്ടുള്ളത്. ബോക്സിലുള്ള ഓപ്ഷൻസ്: ദൂരദർശനം, ശാരദാദേവി, ബാഡ്മിൻ്റൺ, മദർ തെരേസ, നാലുകെട്ട്. ശരിയായ ഉത്തരങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ MT വാസുദേവൻ നായർ എന്നതാണ്. MT വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട്. ബോക്സിലുള്ള ഓപ്ഷൻസിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് നാലുകെട്ട്. അടുത്ത ചോദ്യം, 32ാമത്തെ ചോദ്യം, PV സിന്ധു എന്നത് ബാഡ്മിൻ്റൺ എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. ബോക്സിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ബാഡ്മിൻ്റൺ. അടുത്തത് 33, മാഗ്സസെ പുരസ്കാരഃ. ശരിയായ ഉത്തരം മദർ തെരേസ. ഓപ്ഷൻസിലെ നാലാമത്തെ ഓപ്ഷൻ. അടുത്തത്, സത്യം ശിവം സുന്ദരം എന്നത് ദൂരദർശനം എന്നതിലേക്കാണ് യോജിപ്പിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസഃ എന്നതിനെ ശാരദാദേവി എന്നതിലേക്ക് യോജിപ്പിക്കുക. അടുത്തത്, പദച്ഛേദം ലിഖതു. പദച്ഛേദം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്തേ. നമസ്തേ എന്നതിൻ്റെ പദച്ഛേദം എഴുതുക. നമഃ പ്ലസ് തേ എന്നതാണ് നമസ്തേ എന്നതിൻ്റെ പദച്ഛേദം. അടുത്തത്, സന്ധിരൂപം ലിഖതു. സന്ധിരൂപം എഴുതുക. കിം പ്ലസ് അഭി എന്നതിൻ്റെ സന്ധിരൂപം എഴുതുക. ഉത്തരമാണ് കിമഭി. അടുത്തത്, സർവാണി അക്ഷരാണി ഉപയുജ്യ സാർത്ഥകം പദം രചയതു. തന്നിരിക്കുന്ന എല്ലാ വാക്കുകളും ഉപയോഗിച്ച് അർത്ഥവത്തായ പദം നിർമ്മിക്കുക. ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ ശരിയായ ക്രമത്തിൽ എഴുതിക്കഴിഞ്ഞാൽ അർത്ഥവത്തായ ഒരു വാക്ക് കിട്ടും. 38ാമത്തേതിൻ്റെ ഉത്തരം സ്വജീവിതം എന്നതാണ്. അടുത്തത് 39ാമത്തേതിൻ്റെ ഉത്തരമാണ് ഭരണഘടന. ആരെങ്കിലും ഈ രണ്ട് ഉത്തരങ്ങളും ശരിയായി എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായും കമൻ്റ് ഇടണേ. 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാര്യഹന്താരം എന്നതാണ് 40ാമത്തേതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യമാണ്, സംഖ്യ ലിഖതു. ഷോഡശ, വിംശതി എന്നീ രണ്ട് സംഖ്യകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഷോഡശ എന്നാൽ 16, വിംശതി എന്നാൽ 20.
16 എന്നതും 20 എന്നതും സംസ്കൃതത്തിലെ അക്കത്തിൽ എഴുതുകയാണ് വേണ്ടത്. അടുത്തതാണ് കിം ഗണേ ന അന്തർഭവതി. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ശ്വേതഃ, താതഃ, നീലഃ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി താതഃ. അടുത്തത് വസന്തഃ, ഹേമന്തഃ, ആഷാഢഃ. ശരിയായ ഉത്തരം ആഷാഢഃ, ഓപ്ഷൻ സി. അടുത്തതാണ് ഭവനം, ഗഹനം, വനം. ശരിയായ ഉത്തരാണ് ഭവനം, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഉചിതം രൂപം ഉപയോഗിച്ച പൂരയതു. ഉചിതമായ രൂപം ഉപയോഗിച്ച് പൂരിപ്പിക്കുക. അഹം വിദ്യാലയം ഡാഷ് ഗച്ഛാമി എന്നും ഗച്ഛസി എന്നും തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഗച്ഛാമി. അഹം വിദ്യാലയം ഗച്ഛാമി. അടുത്തത് നൗക ഡാഷ് അസ്തി. ജലാശയസ്യ ജലാശയേ. ഉത്തരം നൗക ജലാശയേ അസ്തി എന്നാണ്. അടുത്തത് ഡാഷ് സഹ ബാലിക ഗ്രന്ഥാലയം ഗച്ഛതി. ബാലകഃ ബാലകേന. ശരിയായ ഉത്തരാണ് ബാലകേന സഹ ബാലിക ഗ്രന്ഥാലയം ഗച്ഛതി. അടുത്ത ചോദ്യം, സംബോധനാരൂപം ലിഖതു. സംബോധനാരൂപം എഴുതുക. ഈ ഉത്തരങ്ങളെല്ലാം പരിശോധിച്ചതിൽ ഓരോരുത്തർക്കും എത്ര വീതം മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കമൻ്റ് ഇടണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. സംബോധനാരൂപം ലിഖതു. ലത, ജനകഃ. ഈ രണ്ട് രൂപങ്ങളുടെയും സംബോധനാരൂപം എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ലത എന്നതിൻ്റെ സംബോധനാരൂപമായിട്ട് എഴുതേണ്ടത് ലതേ, ഹേ ലതേ. അടുത്തത് ജനകഃ എന്നതിൻ്റെ സംബോധനാരൂപമായിട്ട് എഴുതേണ്ടിയിരുന്നത് ജനക, ഹേ ജനക എന്നാണ്.